അമ്മാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചിക്കൻ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. എപ്പോഴും ഒരുപോലെ ചിക്കൻ ഉണ്ടാക്കി നിങ്ങൾ മടുത്തെങ്കിൽ നിങ്ങൾക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള ഈ ചിക്കൻ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ചെറിയുള്ളി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക്, വറ്റൽമുളക്, പച്ചമുളക്, ഇഞ്ചി, തക്കാളി. ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്കൊരു പേസ്റ്റാക്കി അടിച്ചെടുക്കാം. ഇതൊരു തിക്ക് പേസ്റ്റാക്കി നമുക്ക് അടിച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ കറിയിൽ ഈ ഒരു മസാലയാണ്, ഈ ഒരു മസാലക്കൂട്ടാണ് നമ്മുടെ ചിക്കൻ കറിയുടെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഒരു ചെറിയ ജാറിലിട്ടതിന് ശേഷം അധികം വെള്ളം ചേർക്കാതെ എന്നാൽ ഇത് അടിച്ച് കിട്ടുന്നതിന് വേണ്ടി ആവശ്യമുള്ള കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കതൊരു പേസ്റ്റാക്കി അടിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത് ആവശ്യമുള്ള വെള്ളം ചേർത്ത് ഇതൊരു അരപ്പിൻ്റെ ഒരു പാകം ഉണ്ടല്ലോ, ആ ഒരു പാകത്തിൽ മാത്രം, അധികം ലൂസായി പോകാതെ ഉള്ളൊരു തിക്നെസ്സിൽ നമുക്കിത് അരച്ചെടുക്കാം. ഇങ്ങനെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പിലേക്ക് വെച്ച് അതിൽ നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലിപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ തന്നെ വേണമെന്നില്ല. ഇപ്പം നമ്മളിതിൽ ആദ്യം ഈ ഇട്ടിരിക്കുന്ന ചെറിയുള്ളി ഒരു ചെറുതായിട്ടൊന്ന് വഴറ്റാണ്. ചെറുതായി വഴന്നു വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. ഇത് നല്ല രീതിയിൽ വഴറ്റണം. പക്ഷെ നമ്മൾ ആദ്യം ചെറുതായി വഴറ്റി നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും നമ്മൾ നന്നായി ചെറുതായിട്ടൊന്നും കൂടെ വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി കൂടെ ചേർക്കണം. അപ്പോൾ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള തക്കാളി നമുക്കിത് കുറച്ചുകൂടെ വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നതാണ്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് എപ്പോഴും ഇതിനിങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിത് എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഇപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മളിതിൽ ചെറിയുള്ളി അരിഞ്ഞല്ല ചേർത്തിരിക്കുന്നത്, മുഴുവനോടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അരിഞ്ഞ് ചേർക്കണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാം. ഞാനതിൽ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുഴുവനോടെ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട്. നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഇതങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക ഐറ്റത്തിൻ്റെ കൂടെ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയല്ല. ഇത് തീർച്ചയായിട്ടും ഇത് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ, അതായത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തി, പത്തിരി, പൊറോട്ട, എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. വളരെ തിക്കായിട്ട് ഉള്ള ഗ്രേവി ഉള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരുപോലെ കുക്ക് ചെയ്ത് നിങ്ങൾ മടുത്തെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു തരമാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള മസാലയിൽ നമ്മുടെ ആ മെയിൻ മസാല നമുക്കിതിലേക്ക് ചേർക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും തക്കാളിയും നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കാം. ഈ മസാലയുടെ ഒരു പച്ചമണം ഉണ്ടല്ലോ, ആ പച്ചമണം എല്ലാം മാറി അതിലൊരു ചെറുതായിട്ട് അതിൻ്റെ മുകളിലേക്ക് എണ്ണ തെളിഞ്ഞ് വരുന്ന ആ ഒരു പാകത്തിൽ നമുക്കിത് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് യോജിക്കും. ഈ ഉള്ളിയുടെ ആ ഒരു ഫ്ലേവറും നമ്മുടെ പച്ചമുളകിൻ്റെ ആ ഒരു എരിവും അതുപോലെ ആ തക്കാളിയുടെ ഒരു ടേസ്റ്റ് എല്ലാം ഇതിലേക്ക് ഈ മസാലയിലേക്ക് ചേർന്ന് അത് നന്നായി ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ആ പച്ചമുളം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇവിടെ ഇപ്പോൾ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായി അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും ഇത് എന്തായാലും നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും. എങ്കിൽ പോലും നമുക്ക് ചിക്കൻ നന്നായി വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അധികം വേണ്ട. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള ആ കുറച്ച് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനു മുൻപ് ഉപ്പ് ചേർക്കണം. ഇതിൽ നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, അത് മതിയാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഇപ്പോൾ ചിക്കൻ ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഉപ്പ് നിങ്ങൾക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, അധികം വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. എന്തായാലും നമ്മളിത് മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇതിലേക്ക് ഇറങ്ങും. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് മൂടി വയ്ക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ മൂടി വയ്ക്കുന്നു. മൂടി വെച്ച് ഇതൊരു 20 മിനിറ്റെങ്കിലും നമ്മൾ കുക്ക് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇരിക്കുന്നത്. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുണ്ട്. നമുക്കിത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. അതായത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ടേസ്റ്റ് ഇരിക്കുന്നത് ആ മസാലയിലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ മസാല ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടെക്സ്ചറിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ഇപ്പം നമുക്ക് ഇറക്കേണ്ട സമയമായി. അപ്പം നമ്മൾ കറി ലീവ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങി വെക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ കൂടി വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറി ലീവ്സ് കൂടെ ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേറെ പ്രത്യേകിച്ച് ഇനിയൊന്നും ചെയ്യാനില്ല. നിങ്ങളെല്ലാവരും ഇത് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും. ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് തയ്യാറാക്കുകയും ചെയ്യാം. എന്നാൽ ഇതൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങളുടെ കമൻറ്റ് ബോക്സിലെല്ലാം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെറിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ഈ ചെറിയൊരു ചാനലിൽ വളരാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.